നിഗൂഢമായ കഥകൾ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും താല്പര്യം. ഓജോ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? വ്യക്തിപരമായിട്ട് കുഞ്ഞുനാളിലൊക്കെ ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ടാവും അല്ലേ? നിഗൂഢമായ ഒരു രഹസ്യം പോലെയാണ് ഒട്ടുമിക്ക പേരും ഓജോ ബോർഡിനെ കരുതി വച്ചിരിക്കുന്നത്. പക്ഷേ അഖിൽ പി ധർമ്മജൻ ഓജോ ബോർഡ് എന്ന ഒരു നോവൽ വളരെ മനോഹരമായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓജോ ബോർഡിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ ഇതിന് പുറകിലുള്ള കുറച്ച് രഹസ്യങ്ങളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് അഖിൽ പി ധർമ്മജൻ എഴുതിയ ഒരു നോവലാണ് ഓജോ ബോർഡ്. ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ രസകരമായി ചിന്തിപ്പിക്കുന്ന രീതിയിലുമാണ് അഖിൽ പി ധർമ്മജൻ ഈ ഓജോ ബോർഡ് എന്നുള്ളൊരു ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലുള്ള കുറേ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നതാണ്.